ഭാരതീയ ദാർശനിക പാരമ്പര്യത്തിൽ പ്രകാശമായ മഹാജ്ഞാനി. കലയിലെ പുണ്യഭൂമിയിൽ ജനിച്ച് സഞ്ചാരത്തിലൂടെ ഇന്ത്യയുടെ ആത്മാവിനെ ഉണർത്തിയ തിരുനാമം. മലയാളിയുടെ ആചാര്യന്മാരിൽ പ്രഥമ സ്ഥാനീയനായി വിളങ്ങുന്ന മഹനീയ വ്യക്തിത്വം. ഒരു അദ്ഭുത തേജസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തൃശ്ശിവപേരൂർ എന്നായിരുന്നു ഇന്നത്തെ തൃശൂർ നഗരത്തിന്റെ യഥാർത്ഥ പേര്. പൂരമഹാമഹത്തിന് ആതിഥ്യമരുളുന്ന ശിവൻ ഇവിടെ വടക്കുംനാഥൻ എന്നാണ് അറിയപ്പെടുന്നത്. വടക്കുംനാഥന്റെ പരമഭക്തരായിരുന്നു ബ്രാഹ്മണ ദമ്പതികളായ ശിവഗുരുവും ആര്യാമ്പയും. കുട്ടികളില്ലാതെ ഇവർ ദുഃഖാർത്തരായി ജീവിതം തള്ളിനീക്കുകയായിരുന്നു. അങ്ങനെ ഒരു നാൾ വടക്കും നാഥക്ഷേത്രം ദർശിക്കുന്ന വേളയിലാണ് ശിവകടാക്ഷത്താൽ മഹാഭാഗ്യം അവരിലേക്കെത്തുന്നത്. ബ്രാഹ്മണ ദമ്പതികളുടെ 41 നാളത്തെ ഭജനത്തിൽ ശിവൻ സംഭവീതനായി. 100 വർഷം ജീവിക്കുന്ന ബുദ്ധിമാന്ദ്യമുള്ള പുത്രനെ വേണോ, അല്പായുസ്സായ ബുദ്ധിശക്തിയിൽ വൈദഗ്ധ്യമുള്ള പുത്രനെ വേണോ? ശിവന്റെ ചോദ്യങ്ങളിൽ രണ്ടാമതൊന്നാലോചിക്കാതെ രണ്ടാമത്തെ ചോദ്യം തിരഞ്ഞെടുത്തു. 16-ാം നൂറ്റാണ്ടിൽ തേജസ്വിയായ ഒരു ആൺകുഞ്ഞിന് ബ്രാഹ്മണ സ്ത്രീയാര്യാമ്പ തന്റെ ഇല്ലത്തിൽ ജന്മം നൽകി. ബാല്യത്തിൽ തന്നെ ആ കുട്ടിക്ക് ആധ്യാത്മികതയോടും ജ്ഞാനത്തിനോടും ആഴത്തിലുള്ള ആകർഷണമുണ്ടായി. ആ കുട്ടിയാണ് വിശ്വവിഖ്യാതനായ ശ്രീ ശങ്കരാചാര്യർ. എല്ലാവരും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശങ്കരൻ ബ്രഹ്മചര്യത്തെ മുറുകെ പിടിച്ചു. അമ്മയുടെ സമ്മതം നേടി സന്യാസം സ്വീകരിച്ച ശങ്കരൻ നർമ്മദാനദിയിൽ ഗോവിന്ദ ഭഗവത് പാദനെ സന്ദർശിച്ചു. അവിടെ നിന്ന് ആരംഭിച്ചു ബ്രഹ്മജ്ഞാനത്തിന്റെ ശൃംഖല. 11-ാം വയസ്സിൽ ഗുരു ഗോവിന്ദ ഭഗവത് പാദന്റെ അടുത്തുനിന്നും അപാരമായ വേദാന്ത ജ്ഞാനം നേടി. ശങ്കരൻ ഗ്രന്ഥങ്ങൾ രചിച്ചു. ഭാഷ്യം, സൂത്രം, കാവ്യങ്ങൾ, ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്നിവയിലൂടെ ഭാരതീയ ആത്മീയചിന്തയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകി. ശങ്കരദർശനം, അതായത് അദ്വൈത വേദാന്തം, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ലോകത്തെ ശങ്കരൻ പഠിപ്പിച്ച പാഠം ഇതായിരുന്നു: ദ്വൈതമില്ല, വൈദിന്യമല്ല, ജീവനും ബ്രഹ്മവും ഒന്നുതന്നെ എന്നും കൂടി പഠിപ്പിച്ചു. ബ്രഹ്മം മാത്രമാണ് സത്യം, ലോകം മിഥ്യ, ജീവനും ബ്രഹ്മവും വ്യത്യസ്തമല്ല. അജ്ഞാനമാണ് ബന്ധനം, ജ്ഞാനമാണ് മോക്ഷം. ശങ്കരാചാര്യരുടെ സന്ദേശം ആത്മസാക്ഷാത്കാരം തന്നെ പരമഗതി. നിത്യവും അനന്തവുമായ ബ്രഹ്മം, അത് സച്ചിദാനന്ദ സ്വരൂപമാണ്. മായ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. അജ്ഞാനം ബന്ധനമാണ്. അറിവിലൂടെയാണ് മോക്ഷം കൈവരിക്കുന്നത്. ഇത്തരം മഹത്തായ ദർശനം കൊണ്ട് ഇന്ത്യയുടെ മൂല്യബോധമുണർത്തിയ ശേഷം ശങ്കരാചാര്യർ ഭാരതം ചുറ്റി സഞ്ചരിച്ചു. കാശി മുതൽ കേദാർനാഥ് വരെയും പുരി മുതൽ ദ്വാരക വരെയും. അദ്ദേഹത്തിന്റെ ഭാഷ്യങ്ങൾ ഇന്ന് ദാർശനിക പുനർജന്മത്തിന്റെ മുഖമാണ്. ഗീത, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം ഇവക്കെല്ലാം അദ്ദേഹം നൽകിയത് നവചൈതന്യം. ചെറിയ ജീവിതകാലം, വലിയ പ്രകാശം. 32-ാം വയസ്സിൽ കേദാർനാഥിൽ അദ്ദേഹം സമാധിയായി. എന്നാൽ നമ്മുടെ സംസ്കാരത്തിലദ്ദേഹത്തിന്റെ ദർശനം ഇന്നും ജീവിക്കുന്നു. ജീവചരിത്രം, ത്യാഗം, ദർശനം, അദ്വൈതം, സ്മരണം, അനന്തം. ഭാരതീയതയുടെ ആത്മാവാണ് ശങ്കരാചാര്യർ. ഒരു മനുഷ്യന്റെ ജീവിതം എത്രമാത്രം ദൈവികമായി മാറാമെന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണം. ദാർശനികവും ആത്മീയവുമായ യാത്ര, കാലടിയിൽ നിന്ന് കേദാരം വരെ. വേദങ്ങൾ, ഉപനിഷത്തുകൾ, സംസ്കൃത കാവ്യങ്ങൾ ബാല്യത്തിൽ തന്നെ ഓർത്തുവെച്ചിരുന്നതിനാൽ ശങ്കരനെ ബാലദർശി എന്നും വിളിച്ചു. നാം അമാന്ത്രം ശരീരത്തിൽ ജലമൊഴിക്കുന്നതിനായി വേണ്ടിയുള്ളതല്ല എന്ന പോലെ ആചാരങ്ങളെ അർത്ഥത്തോടെ സമീപിച്ചു ശങ്കരൻ. ശങ്കരും വരുത്തുന്നവൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഭഗവത്ഗീതയുടെ അർത്ഥം ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും സംയോജനം. ഉപനിഷത്തുകൾ ആത്മസത്യത്തിന്റെ തിരച്ചിൽ. ബ്രഹ്മസൂത്രം സംഹിതയായ വേദാന്തത്തിന്റെ നിഗമനം.
ഭാരതം ചുറ്റി സഞ്ചരിച്ചു. ദർശനങ്ങൾക്കിടയിലെ വിവാദങ്ങൾ പരസ്പര സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു. ശങ്കരന്റെ സന്ദേശം: സത്യത്തിന് നിലനിൽപ്പ്, വാദത്തിന് അർത്ഥം, സമ്മതത്തിന് ശ്രദ്ധ. മണ്ഡനമിശ്രനും ശങ്കരനും തമ്മിലുള്ള വാദം, ജീവിതവും സത്യവും തമ്മിലുള്ള യുദ്ധം. അവസാനത്തിൽ മിശ്രൻ ശിഷ്യനായി. ആത്മജയത്തിന്റെയും വിനയത്തിന്റെയും സന്ദേശം ഇവിടെ ഉരുത്തിരിഞ്ഞു. ഭാരതത്തിലെ 4 ദിശകളിലും പീഠങ്ങൾ സ്ഥാപിച്ചു. ശൃംഗേരി, ജ്യോതിർമഠ്, പൂരി, ദ്വാരക, ഈ 4 പീഠങ്ങളിലൂടെ ശങ്കരാചാര്യർ ദാർശനിക ഐക്യത്തിന്റെ പാതയുറപ്പിച്ചു. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം. ദ്വൈതം എന്നത് അജ്ഞാനത്തിന്റെ പരിണാമം. ബോധമെന്ന പ്രകാശം ഉദിക്കുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളും ലയിക്കുന്നു. ശങ്കരദർശനം: ഏകതയുടെ ആത്മാനുഭവം.